ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലേട്ടൻ നായകനായിട്ടെത്തി തിയേറ്ററുകളിൽ ചരിത്ര വിജയമായി മാറിക്കൊണ്ടിരിക്കുന്ന തുടരും എന്ന ചിത്രം റിലീസിനെത്തി 17 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാട് നിന്നും 200 കോടി രൂപയോളം ഗ്രോസ് കളക്ഷൻ നേടിയതായി മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ കേരള കളക്ഷൻ 17 ദിവസം കൊണ്ട് 97 കോടി രൂപയിലേക്കും എത്തപ്പെട്ടു കഴിഞ്ഞു. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ജയിലർ 2ന്റെ ചിത്രീകരണം നിലവിൽ കോഴിക്കോട് വെച്ച് നടന്നു വരികയാണ്. ഓൾറെഡി രജനിക്കൊപ്പം നമ്മുടെ ലാലേട്ടൻ, ശിവരാജ് കുമാർ, ബാലയ്യ, ഫഹദ് ഫാസിൽ എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു എന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ബോളിവുഡിൽ നിന്നും ഷാരൂഖ് ഖാനും ജയിലർ 2വിൽ ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും അതിനായി സംവിധായകൻ നെൽസൺ ദിലീപ് കുമാർ ഷാരൂഖ് ഖാനുമായി ചർച്ച നടത്തി വരികയാണെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. പരാശക്തി എന്ന സിനിമയ്ക്ക് ശേഷം ശിവകാർത്തികേയൻ ഗുഡ് നൈറ്റ് എന്ന സിനിമയുടെ സംവിധായകനായ വിനായക് ചന്ദ്രശേഖറിനൊപ്പം ഒരു സിനിമ ചെയ്യാൻ പോകുന്നു. ഓൾറെഡി വെങ്കട് പ്രഭുമൊത്ത് ശിവകാർത്തികേയന്റെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ചർച്ചകൾ നടന്നു വരുന്നുണ്ട്. അതിന് മുമ്പ് വരുന്ന സിനിമയായിരിക്കും വിനായകിന്റേത്. മാത്രമല്ല നമ്മുടെ ലാലേട്ടനാവും ഈ ചിത്രത്തിൽ ശിവകാർത്തികേയന്റെ അച്ഛൻ വേഷത്തിൽ എത്തുകയെന്നും അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ദിലീപിനെ നായകനാക്കി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് 3 ദിവസങ്ങൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. 3 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 3,60,00,000 രൂപയോളം സ്വന്തമാക്കിയ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 6.5 കോടിയിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട്. ശശികുമാർ നായകനായിട്ട് എത്തിയ ടൂറിസ്റ്റ് ഫാമിലി റിലീസിനെത്തി 10 ദിവസങ്ങൾ കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും മാത്രം 30 കോടി രൂപയും കേരളത്തിൽ നിന്നും 1 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി ടൂറിസ്റ്റ് ഫാമിലി 38 കോടി രൂപയും സ്വന്തമാക്കി കഴിഞ്ഞു. ടോവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളാവുന്ന നരിവേട്ട എന്ന ചിത്രം ഈ വരുന്ന മെയ് 16 തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരുന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ചിത്രത്തിന്റെ റിലീസ് തീയതി മെയ് 16 നിന്നും മെയ് 23 പോസ്റ്റ്പോൺ ചെയ്തതായി മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. ദളപതി വിജയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ജനനായകൻ. വിജയ്ക്കൊപ്പം പൂജ ഹെഗ്ഡെ, മമിത ബൈജു, നരേൻ, പ്രിയാമിണി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ജനനായകനിലെ വിജയുടെ പോർഷൻസിന്റെ ചിത്രീകരണം ഈ മാസം തന്നെ പൂർത്തിയാകും. തുടർന്നുള്ള ചിത്രീകരണം ജൂൺ 20 പൂർത്തിയാകുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ജൂൺ 22 വിജയുടെ ജന്മദിനത്തിൽ ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വരുമെന്നും സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. മേ ബി ഹനുമാൻ കൈൻഡ് ആലപിച്ച ആ ഒരു സോങ്ങിന്റെ റിലീസോ അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഗ്ലിംസ് വീഡിയോ ആവാം പുറത്തു വരിക. മെഗാസ്റ്റാർ മമ്മൂട്ടി, ലാലേട്ടൻ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്തു വരുന്ന MMN എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. നിലവിൽ ഫഹദ്, കുഞ്ചാക്കോ ബോബൻ എന്നിവരുടെ ഷൂട്ടാണ് ചിത്രത്തിന്റേതായി നടന്നു വരുന്നത്. ഇത് പൂർത്തിയായാൽ പിന്നെ മമ്മൂട്ടിയുടെയും ലാലേട്ടന്റെയും കോമ്പിനേഷൻ സീനുകളും മമ്മൂട്ടിയുടെ മാത്രം ചില പോർഷൻസും സിനിമയ്ക്കായി ചിത്രീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മമ്മൂട്ടി MMN എന്ന ചിത്രത്തിലേക്ക് ഈ ആഴ്ച ജോയിൻ ചെയ്യുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ബാക്കിയുള്ള ഷൂട്ടിംഗ് വർക്കുകൾ പൂർത്തീകരിച്ച ശേഷം 2025 പൂജ റിലീസിന് ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. സംവിധായകൻ ലോകേഷ് കനകരാജ് ഇന്ന് പുതിയൊരു ഇന്റർവ്യൂവിൽ ലിയോ 2വിന്റെ ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. കൂലിയുടെ റിലീസിന് ശേഷം താൻ അടുത്തതായി സംവിധാനം ചെയ്യുന്നത് കൈദി 2 ആയിരിക്കുമെന്നും കൈദി 2 പൂർത്തീകരിച്ച ശേഷം വിക്രം 2 ചെയ്യുമെന്നും ഈ 2 സിനിമകളും ചെയ്ത ശേഷം ലിയോയുടെ 2ാം ഭാഗവും സംവിധാനം ചെയ്യുമെന്നാണ് ലോകേഷ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 സിനിമകൾക്ക് ശേഷം മാത്രമാവും സൂര്യ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന റോളക്സ് എന്ന സിനിമ സംഭവിക്കുക. ഇതിനോടൊപ്പം തന്നെ എല്ലാവരും ആവശ്യപ്പെടുന്നത് ലിയോ 2 ആണ്. എന്നാൽ താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മാസ്റ്റർ എന്ന സിനിമയ്ക്ക് ഒരു 2ാം ഭാഗമാണെന്നും അതിനകത്ത് JD എന്ന കഥാപാത്രത്തിന്റെ മറ്റൊരു സ്റ്റൈൽ നമ്മളെ കാണിച്ചു തരാൻ സാധിക്കുമെന്നും ലോകേഷ് ഈ അഭിമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എത്രയും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.